രമേശിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് ബി.ജെ.പി കൗൺസിലർ ജയലക്ഷ്മി മീഡിയ വണിനോട് പ്രതികരിച്ചത്. രമേശിനെ വിളിച്ചതും വീട്ടിൽ പോയതും ആശംസ അറിയിക്കാനാണെന്നും ജയലക്ഷ്മി വ്യക്തമാക്കി. എന്നാൽ ജയലക്ഷ്മിയുടെ വാദം രമേശിന്റെ ഭാര്യ തള്ളി. ജയലക്ഷ്മി വീട്ടിൽ വന്ന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെന്നും ബി.ജെ.പി നേതാവ് സുനിലിന്റെ നേതൃത്വത്തിൽ 2 സംഘങ്ങളായി നേതാക്കൾ എത്തിയെന്നും സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാമെന്ന് പറഞ്ഞുവെന്നും രമേശിന്റെ ഭാര്യ പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ അവിടെ പോയത് നമ്മൾ സമ്പർക്കം ചെയ്യാൻ വേണ്ടി പോയതാണ്. അവരുടെ വീട്ടില് 16 വോട്ടുകൾ ഉണ്ട്. അപ്പൊ 2-3 പ്രാവശ്യം പോയപ്പോ ഞാനൊരു ജനപ്രതിനിധി ആയതുകൊണ്ട് എനിക്ക് എല്ലാ വീടുകളിലും പോകാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ പോയപ്പോ അവരെ കണ്ടില്ല. അപ്പൊ ഞങ്ങള് അവരോട് സംസാരിച്ചു, വോട്ട് അഭ്യർത്ഥന ചെയ്തു. അപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് അവര് മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഞാനൊരു ആശംസകൾ അറിയിച്ചു, ഞാൻ തിരിച്ചു വരികയും ചെയ്തു. അല്ലാതെ വേറൊന്നും നമ്മള് പറയുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ രമേശിനെ നിങ്ങള് 2-3 തവണ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എടുത്തിട്ടില്ല. എന്റെ കോൾ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. അല്ല, നിങ്ങള് രമേശിനെ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിരുന്നു? ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. അവരുടെ ഫോണില് മിസ് കോളും എനിക്ക് ഇങ്ങോട്ടാ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ടില്ല അങ്ങോട്ടേക്ക്. എന്നോട് അങ്ങനെയല്ല സംസാരിച്ചത്. എന്നോട് ഇങ്ങനെ പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഭർത്താവിനോട് സംസാരിക്കണം, നിങ്ങൾ സംസാരിച്ചിട്ട് രാവിലെ ഒന്ന് വിളിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. കൂടെ വന്നവർ പറഞ്ഞു, അതായത് ധനസഹായം എന്തെങ്കിലും ചെയ്യാം അങ്ങനെയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. സാജിദ അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, ആശംസ അറിയിക്കാനാണ് എത്തിയതെങ്കിൽ അതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ആ മത്സരത്തെ ബി.ജെ.പി നേതാക്കൾ കണ്ടുവെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കാണാം. പക്ഷേ അതല്ല അവിടെ ഉണ്ടായിട്ടുള്ളത്. ബി.ജെ.പി നേതാക്കൾ വീട്ടിലെത്തുന്നു, പണം വാഗ്ദാനം ചെയ്യുന്നു, മത്സര രംഗത്ത് നിന്ന് പിന്മാറണം എന്നടക്കം ആവശ്യപ്പെട്ടു എന്നാണോ രമേശിന്റെ ഭാര്യ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ പറയുന്നത്? ദിവ്യ, തീർച്ചയായും ഇന്നലെ 2 സംഘങ്ങളായാണ് വരുന്നത്. ഒന്ന് ഈ സുനിൽ മുൻ കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, പിന്നീട് ഈ ജയലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വരുന്നു. ഇവർ ഈ 2 പേരും ആവശ്യപ്പെടുന്നത് ഈ രമേശിന്റെ ഭാര്യ സ്മിതയോട് ഈ രമേശ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം. അതിന് കാരണം LDF-ന് സ്ഥാനാർത്ഥിയില്ല, BJP-യും UDF-ഉം നേരിട്ടാണ് മത്സരം. അതുകൊണ്ട് ഈ എന്തെങ്കിലും സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ തീർത്തു തരാം, സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് ഈ രമേശിന്റെ ഫോണിലേക്ക് ഈ ജയലക്ഷ്മി വിളിക്കുന്നുണ്ട്. ഇവർ വിളിച്ച് ഈ കോൺഫറൻസ് കോളിൽ ഇട്ട് മറ്റാരെയോ കണക്ട് ചെയ്യുന്നു. ഈ സമയത്ത് ഈ രമേശ് ചോദിക്കുന്നുണ്ട്, ആരെയാണ് കണക്ട് ചെയ്യുന്നത്, എന്തിനാണ് കോൺഫറൻസ് കോളിൽ ഇടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ കട്ടാക്കുകയാണ് ചെയ്തത്. രമേശിന് ഈ ഫോണിൽ റെക്കോർഡിംഗ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ BJP നേതൃത്വം പറയുന്നത് വോട്ട് ചോദിക്കാൻ പോയി, അവിടെ എത്തിയപ്പോൾ ആശംസ അറിയിച്ച് ഇറങ്ങി എന്നെല്ലാം ആണ്. ഇത് ഈ BJP-ക്ക് വലിയ ഒരു മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ ഈ 43 വാർഡുകളിൽ വിവിധ പ്രദേശങ്ങളിൽ പാലക്കാട് ജില്ലയിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും അവർക്ക് കഴിയുന്നില്ല. അതിൽ വലിയ ജാളിത BJP-ക്ക് ഉണ്ട്. അത് മറച്ച് വെക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഏകപക്ഷീയമായി ആരും എതിരാളികളില്ലാതെ വിജയിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത് എന്നുള്ളതാണ് VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രി മുതൽ അവിടെ പാലക്കാട് നോർത്ത് പോലീസിനെ സമീപിക്കുന്നില്ലേ? ഒരു പരാതി നൽകാനെന്ന് UDF നേതൃത്വം തീരുമാനിച്ചിട്ടില്ലേ? തീർച്ചയായും തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം പോലീസിന്റെ നടപടിക്രമങ്ങളാണ്, അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നാണ് അറിയുന്നത്. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. അതിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഒരാൾ നിലവിലെ കൗൺസിലറാണ്, ഒരാൾ ഈ നേരത്തെയുള്ള കൗൺസിലറാണ്, ഒരാൾ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിയായ ആളെയും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നതിന് വിലക്ക് ഉൾപ്പെടെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതിൽ ഈ തെളിവുകൾ, കൃത്യമായ തെളിവുകൾ ആവശ്യമാണ്. ആ രീതിയിലേക്ക് കോൺഗ്രസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അവരുടെ ഈ രമേശിന്റെ ഭാര്യ, അമ്മ, അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ദൃക്സാക്ഷികളായി ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന് ഓഡിയോ റെക്കോർഡില്ല. അപ്പോൾ ഏത് തരത്തിൽ വേണമെന്നുള്ള നിയമോപദേശം കൂടി തേടുന്നുണ്ട്. ഈ പോലീസ് ഉടൻ ഒരു FIR ഇടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പോലീസുമായി സംസാരിക്കുമ്പോൾ ഇങ്ങനെ പണം വാഗ്ദാനം ചെയ്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നുള്ളത് ജാമ്യമില്ലാ കുറ്റമാണ്. അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഉടൻ FIR ഇട്ടാൽ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോണ്ടി വരും. അപ്പോൾ ഒരു നിയമോപദേശത്തിന് ശേഷമായിരിക്കും FIR രേഖപ്പെടുത്തുക എന്നതടക്കമാണ് പോലീസ് പറയുന്നത്. ശരി, എന്നാലും പോലീസ് ഇവരിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. ഇവർ ഈ പറഞ്ഞതൊക്കെ ഉറച്ചു നിൽക്കുകയാണോ ചെയ്തത്? ഇവർ വീട്ടിലെത്തിയതിന്റെയും അല്ലെങ്കിൽ അവരോട് സംസാരിച്ചതിന്റെയും ഒക്കെ തെളിവുകളും ഈ കുടുംബത്തിന്റെ പക്കലുണ്ടോ, രമേശിന്റെയും കുടുംബത്തിന്റെയും?
രമേശിന്റെ കുടുംബത്തിന്റെ പക്കൽ അങ്ങനെ സംസാരിച്ചതിന്റെ ഈ റെക്കോർഡുകളും മറ്റും ഇല്ല. അവിടെ CCTV ഒന്നും ഇല്ലാത്തൊരു വീടാണ്. വളരെ നിർധനമായ ഒരു കുടുംബമാണ് ഈ രമേശിൻ്റെത്. അതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളില്ല. രമേശിന്റെ ഫോണിലും അങ്ങനെ കൃത്യമായ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രകൃതമുള്ള വ്യക്തിയല്ല. അതുകൊണ്ട് അതും ഇല്ല എന്നുള്ളത് ഇതിന്റെ ഒരു പ്രധാന തെളിവ് ആയി ഹാജരാക്കാൻ കമ്മീഷന് മുമ്പിലോ പോലീസിന് മുമ്പിലോ ഹാജരാക്കാൻ കഴിയില്ല. പക്ഷെ അവർ ആ മൊഴിയിൽ കൃത്യമായി ഉറച്ച് നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഈ BJP നേതാക്കളിൽ നിന്ന് ഫോൺ വന്നതിന്റെ നമ്പറുകൾ ഉൾപ്പെടെ അതിന്റെ സമയം ഉൾപ്പെടെ ഡ്യൂറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസിനെ ഹാജരാക്കിയിട്ടുണ്ട്. ശരി, എന്തായാലും BJP ഈ ആരോപണം, ഈ വാദം തള്ളിക്കളയുകയാണ്. അങ്ങനെയൊരു സ്വാധീനിക്കാനുള്ള ശ്രമം BJP നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നാണ് BJP യുടെ